ആത്മാവായിട്ടിരിക്കുന്നത് ഞാനാണ്. ആ ഒരു വ്യക്തി എന്നുള്ള ഭാവത്തിൽ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖങ്ങൾ വരുന്നത്. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലാണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് ദുഃഖങ്ങൾ വരുന്നത് ആ ഒരു വ്യക്തി എന്നുള്ള ഭാവത്തിൽ. അതേസമയം ഉള്ളിലിരിക്കുന്ന ഈശ്വരനെയാണ് നമ്മൾ ഇതെല്ലാം, ഇവരുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്നുള്ള ഭാവത്തിലാകുമ്പോൾ ആരിൽ നിന്നും നമുക്കൊരു പ്രതീക്ഷകളൊന്നും ഉണ്ടാവില്ല. മറ്റത് അവരങ്ങനെ ചെയ്യും, ഇവരെങ്ങനെ ചെയ്യും, നമ്മൾ കുറേ പ്രതീക്ഷകൾ വയ്ക്കുക. ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമാകുമ്പോൾ നമുക്ക് ദുഃഖം വരും. ആ ദുഃഖങ്ങൾ ഇല്ലാണ്ടിരിക്കണമെങ്കിൽ പ്രതീക്ഷകളൊന്നും വേണ്ട. ഭഗവാനെ സ്നേഹിക്കുന്ന പോലെ എല്ലാവരെയും സ്നേഹിക്കുക. എല്ലാവരെയും സ്നേഹിക്കാനുള്ള ആ മനസ്സുണ്ടായാൽ തന്നെ നമ്മുടെ ദുഃഖങ്ങളുണ്ടാവും. ഒരേപോലെ ശത്രുക്കളായാലും മിത്രങ്ങളായാലും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടാവും. അപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നത് ഈശ്വരനാണെങ്കിൽ അവരെ സ്നേഹിക്കുക. പലതും നമുക്ക് ആ ബാഹ്യമായിട്ട് പല ദുഃഖങ്ങളെ പലരും തരുന്നുണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങളെ തീർക്കാൻ, നമ്മുടെ മുജ്ജന്മമായിട്ടുള്ള കർമ്മപ്രാരാബ്ധങ്ങളെ തീർക്കാനാണ് എന്നുള്ളത് ബോധം വയ്ക്കുക നമ്മുടെ ഉള്ളിൽ. അപ്പോൾ നമ്മുടെ ആ എന്ത് തന്നെ വന്നാലും അത് നേടാനുള്ളൊരു മനക്കരുത്ത് ഉണ്ടാവും. ആര് നമ്മളെ എന്ത് പറഞ്ഞാലും, ആര് നമ്മളോട് എങ്ങനെ പ്രവർത്തിച്ചാലും അതൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മൾ ഇപ്പോൾ നിങ്ങളാൾ ശരിയല്ല ഒരാൾ നമ്മുടെ മുഖത്തേക്ക് പറഞ്ഞാൽ നമുക്ക് ഉറപ്പുണ്ടാകും നമ്മളാൾ അവരുടെ വാക്കിൽ നമ്മൾ ശരിയാവാനും പോണില്ല, നമ്മൾ ശരിയല്ലെങ്കിൽ അതെ തെറ്റാവാനും പോണില്ല. നമ്മളായിട്ട് നമുക്ക് ആദ്യം ആരാ വേണ്ടതെന്ന് അറിയോ? ആര് നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ ഏറ്റവും ആദ്യം നമ്മളെ സ്നേഹിക്കേണ്ടത് നമ്മളാണ്. എല്ലാവരും എന്ത് കാര്യം, ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്തു, എല്ലാവരും നമ്മളതിനെ പ്രശംസിക്കുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്തത്. ആരും പ്രശംസിച്ചില്ലെങ്കിലും നമുക്ക് തന്നെ നമ്മളെ തോളത്ത് തട്ടിയിട്ട് പറയാം നമ്മൾ ചെയ്തത് നല്ലതാട്ടോ, വെൽ ഡൺ എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ നമ്മളെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം നേരത്തെ പറഞ്ഞില്ലേ, സുഖമായാലും ദുഃഖമായാലും സന്തോഷമായാലും മറ്റുള്ളവരാരും നമ്മളെ ദുഃഖിപ്പിക്കണില്ല, മറ്റുള്ളവരാരും നമ്മളെ സുഖിപ്പിക്കണില്ല, മറ്റുള്ളവരാരും നമുക്ക് സന്തോഷം തരണില്ല. നമ്മുടെ മനസ്സിൻ്റെ ഭാവമാണ് സുഖവും ദുഃഖവും സന്തോഷമൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത്. അപ്പോൾ മനസ്സ് നമ്മളോട് ചേർന്നിരുന്നാൽ, ഈശ്വരന് സമർപ്പിച്ചാൽ, ആ മനസ്സ് നല്ലത് മാത്രം ചിന്തിച്ചാൽ, മനസ്സ് നല്ലത് മാത്രം കണ്ടാൽ, നമുക്ക് നന്മ, എല്ലാത്തിലും നന്മ കാണാൻ കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സന്തോഷം തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ വേറൊരാൾ ദുഃഖിപ്പിക്കണമെന്നൊന്നും പറയണ്ട. അതുകൊണ്ട് ഇതാ പറയണു, നന്ദനന്ദനാന് അതല്ലേ വായിക്കണ്ടേ ഇനി? നന്ദനാനുണ്ടായിതെന്നാശു കേട്ടു പങ്ക്തി സന്ധ്യനഥ പരമാനന്ദാകുലനായ അൻപുത ജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തീനെല്ലാം വസ്ത്രഭൂഷണാദ്യ